അപ്പോൾ വെൽക്കം ടു കോഡ് കോഡേഴ്സ് മലയാളം യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കുറച്ച് നമ്പർ പാറ്റേൺസ് ആണ്. ഓക്കെ, അപ്പോൾ അതിൽ 3 ടൈപ്പ് പാറ്റേൺസ് നോക്കുന്നുണ്ട്. അതിലേതൊക്കെ ഡിഫറൻസ് കാര്യങ്ങൾ ഞാനൊന്ന് ജസ്റ്റ് കാണിച്ചു തരാം. ഫസ്റ്റ് നമ്മൾ ഈ കാണുന്ന ഈ ഒരു പാറ്റേൺ ആണ്. ഇതിൽ എന്താണ്, നമ്മുടെ വീഡിയോസ് കണ്ടുപിടിച്ചിട്ടുള്ളവർക്കാണെങ്കിൽ എന്താണ് സിമ്പിളായിട്ട് അറിയാം ഇതിൻ്റെ ഇക്വേഷൻ എന്താണ് കാര്യങ്ങളൊക്കെ. ഓക്കെ, ഇവിടെ എന്താ നമ്മൾ ചെയ്തിട്ടുള്ളത്, ജസ്റ്റ് ഐൻ്റെ വാല്യൂ ഏതാണോ അത് ജസ്റ്റ് കൊടുത്തിട്ടുള്ളതാണ്. ഐൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ അറിയില്ലേ, ഔട്ടർ ഫോർ ലൂപ്പ് നമ്മൾ റൺ ചെയ്യിക്കുമ്പോൾ അതിൻ്റെ സെയിം വാല്യൂ തന്നെ കൊടുത്തിട്ടുള്ളതാണ്. ഓക്കെ, അത് ഞാൻ കോഡിൽ എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് എന്താണ്, നെക്സ്റ്റ് സെയിം പാറ്റേൺ തന്നെ അതിലെന്ത് ചെയ്തിട്ടുണ്ട്, ഇൻക്രിമെൻ്റ് ആയി പോകുന്നുണ്ട് അല്ലേ, വാല്യൂസ് ഇൻക്രിമെൻ്റ് ആയി പോകുന്നുണ്ട്. അപ്പോൾ ഏതായിരിക്കും, ഇന്നർ ഫോർ ലൂപ്പിൻ്റെ ഏതാണ് വാല്യൂ അതിനോട് കൂടെ എന്ത് ചെയ്തിട്ടുള്ളതാണ്, അതിനെ ഇങ്ങനെ ജസ്റ്റ് ആഡ് ചെയ്തിട്ടുള്ളതാണ്, അത് പ്രിൻ്റ് എഫിൽ കൊടുത്തിട്ടുള്ളതാണ്. ഓക്കെ, അത് ഞാൻ കോഡ് റൺ ചെയ്യുമ്പോൾ കാണിച്ചു തരാം. ഓക്കെ, നെക്സ്റ്റ് വരുന്നതാണ് നമ്മുടെ ഇവിടെ വരുന്ന പാറ്റേൺ. ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആദ്യത്തെ 2 പാറ്റേൺസ് കൂടി ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ നടക്കുന്നതാണ് സംഭവം, എന്ത് സെൻറ്ററത്തെ പൊസിഷനിൽ എത്തുന്ന ടൈമിൽ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്ക്. ഫസ്റ്റ് 1 നമ്മൾ പ്രിൻ്റ് ചെയ്യിക്കുന്നത്, പിന്നെ നമ്മൾ 3 പാറ്റേൺ പ്രിൻ്റ് ചെയ്യിക്കുന്നുണ്ട്. പക്ഷെ അതിൽ സെൻറ്റർ എത്തുമ്പോൾ കണ്ടോ 3 എത്തിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, അവിടുന്ന് പിന്നെ മൈനസ് ചെയ്ത് പോരുക. അതുപോലെ തന്നെ 3 മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നു, 5 എത്തിക്കഴിഞ്ഞാൽ അവിടുന്ന് ഇങ്ങോട്ട് പിന്നെ മൈനസ് ചെയ്തിട്ടാണ്, ഓക്കെ, ഡിക്രിമെൻ്റ് ചെയ്തിട്ടാണ് വരുന്നത്. ഓക്കെ, അതുപോലെ തന്നെ എല്ലാത്തിൻ്റെയും സെൻറ്ററിൽ പൊസിഷനിൽ എത്തിക്കഴിഞ്ഞാൽ അത് എന്ത് ചെയ്യുന്നു, ഡിക്രിമെൻ്റ് ആയിക്കൊണ്ടിരുന്നു. അപ്പോൾ ഇതെങ്ങനെ കോഡിൽ ചെയ്യാം എന്നുള്ള 3 പാറ്റേൺസ് എങ്ങനെ ചെയ്യാം എന്നുള്ളത് ഞാൻ സിമ്പിളായിട്ട് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഓൺലൈൻ കമ്പൈലർ യൂസ് ചെയ്യാണ്. ഇവിടെ നമുക്ക് എന്തൊക്കെയാണ് വേണ്ടത്, കുറച്ച് വേരിയബിൾസ് വേണം. ആ വേരിയബിൾസ് ഞാനിവിടെ ജസ്റ്റ് ഒന്ന് ഡിക്ലെയർ ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഐ എന്ന് പറയുന്ന ഇത് ഒരു വേരിയബിൾ, അതുപോലെ തന്നെ ജെ എന്ന് പറയുന്ന വേരിയബിൾ, നെക്സ്റ്റ് കെ എന്ന് പറയുന്ന ഒരു വേരിയബിൾ കൂടി സെറ്റ് ചെയ്യണം. ഓക്കെ, എന്നിട്ട് ഇൻഡ് റോസ് എന്ന് പറഞ്ഞിട്ട് റോ എത്രയാണ് ഞാൻ ജസ്റ്റ് വാല്യൂ ഒരു 5 ആയിട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് ചേഞ്ച് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഡയറക്റ്റ് ഫോർ ലൂപ്പിൽ കൊടുക്കാം. ഓക്കെ, ഇവിടെ ഞാൻ എന്ത് ചെയ്യാണ്, ഫോർ ലൂപ്പ് സ്റ്റാർട്ട് ചെയ്യാണ്, ഇൻഡ്. ഓക്കെ, ഇവിടെ ഇനി നമ്മൾ ജസ്റ്റ് എന്ത് കൊടുത്താൽ മതി, ഐ എസ് ഐൻ എന്ന് പറഞ്ഞിട്ട് കൊടുത്താൽ മതി. ഓക്കെ, ഞാനിവിടെ 0-ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു. അതുപോലെ തന്നെ ഐ ലെസ് ദാൻ ഏത് വരെ ആയിരിക്കും, അപ്പോൾ റോസ് വരെ ആയിരിക്കും. ഓക്കെ, ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ അധികം എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഓക്കെ, നെക്സ്റ്റ് ഫോർ ലൂപ്പിൽ ഏതാണ് വരുന്നത്, അതായത് ഇന്നർ ഫോർ ലൂപ്പ്. ഈ ഫസ്റ്റത്തെ ഫോർ ലൂപ്പ് നമുക്ക് എന്തിനാണെന്ന് കൂടി ഞാൻ പറഞ്ഞുതരാം. ഓൾറെഡി നമുക്കറിയാം, ഇത് ഞാൻ സ്പേസ് പ്രിൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഫോർ ലൂപ്പ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ജെ എന്ന് പറയുന്ന ഫോർ ലൂപ്പാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ജെ എന്ന വേരിയബിൾ യൂസ് ചെയ്യുന്നു, 1-ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു. ഓക്കെ, ഞാനിവിടെ 0-ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാത്തതിന് ഒരു കാരണമുണ്ട്. കാരണം 0-ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം, നമുക്ക് എക്സ്ട്രാ എന്ത് ചെയ്യും, ഒരു സ്പേസ് അവിടെ വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, പിന്നെ ജെ ലെസ് ദാൻ ഏത് വരെയാണ്, ഓക്കെ, ജെ ലെസ് ദാൻ റോസ് മൈനസ് ഐ എന്നാണ് കൊടുക്കുന്നത്. ഓക്കെ, ഓക്കെ, റോസ് മൈനസ് ഐ എന്ന് പറയുന്നത് ഈ ഇക്വേഷനും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, മുമ്പ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു രൂപത്തിൽ എന്താണ്, നമ്മുടെ ഒരു ഡയമണ്ട് ഷേപ്പിൻ്റെ അതിൻ്റെ ഒരു ഹാഫായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്, ആ ഒരു ഷേപ്പിന് വേണ്ടിയിട്ടാണ് ഇത് കൊടുക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് എന്താണ്, ജെ പ്ലസ് പ്ലസ്. ഓക്കെ, അപ്പോൾ ഇതുകൂടി കഴിഞ്ഞാൽ ഇവിടെ പ്രിൻ്റ് എഫിൽ എന്ത് കൊടുക്കും, നമ്മൾ സ്പേസ് കൊടുക്കും. ഓക്കെ, നമ്മൾ ഇതൊക്കെ ഡീപ്പായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് ഈ ഒരു കോഡൊക്കെ. ഓക്കെ, നെക്സ്റ്റ് എന്ത് ചെയ്യുക, നെക്സ്റ്റ് ഫോർ ലൂപ്പ്. ഓക്കെ, നമ്മൾ ഒരു വേരിയബിൾ കൂടി ഉണ്ട്. അപ്പോൾ ആ ഒരു വേരിയബിൾ എന്ത് ചെയ്യാണ്, കെ എന്ന് പറയുന്ന വേരിയബിൾ ഞാൻ യൂസ് ചെയ്യുന്നത് ഇവിടെ എന്തിനാണ്, നമുക്ക് പ്രിൻ്റ് ചെയ്യിക്കാൻ, നമ്പർ പ്രിൻ്റ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അത് ഞാൻ 0-ൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നു. ഓക്കെ, നെക്സ്റ്റ് കെ എന്ന് പറയുന്ന വേരിയബിൾ ഏത് വരെയാണ്, കെ ലെസ് ദാൻ ഏത് വരെയാണ്, ഇവിടെ ഞാൻ കൊടുക്കുന്നത് 2 × i+1 എന്നാണ്. ഇത് കൊടുക്കുന്നത് എന്തിനാണെന്ന് ഞാൻ ജസ്റ്റ് പറഞ്ഞുതരാം. 2 × i എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ഐൻ്റെ വാല്യൂ നോക്കൂ, ഏറ്റവും നമ്മുടെ ഔട്ടർ ഫോർ ലൂപ്പിൽ ഐൻ്റെ വാല്യൂ 0 എന്നാണ്. ഓക്കെ, 0 പ്ലസ്, ഓക്കെ, 2 × 0 എന്ന് പറയുമ്പോൾ എത്ര വരിക, 0 തന്നെ വരിക, പ്ലസ് 1 എന്ന് പറയുമ്പോൾ 1. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റത്തെ ലൈനിൽ എത്ര 1 എന്ന് പറയുന്ന ഒറ്റ നമ്പർ അല്ലെങ്കിൽ ഒറ്റ സ്റ്റാറൊക്കെ പ്രിൻ്റ് ചെയ്യാൻ കഴിയുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് വരുമ്പോൾ അത് എന്ത് ചെയ്യണം, നമുക്ക് 3 എണ്ണമായിട്ട് മാറണം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതിൻ്റെ വാല്യൂ നെക്സ്റ്റ് വരുമ്പോൾ ഇൻക്രിമെൻ്റ് ആയി കഴിഞ്ഞാൽ 1 ആയിരിക്കും. അപ്പോൾ 1 × 2 എന്ന് പറയുമ്പോൾ 2, 2 + 1 എന്ന് പറയുമ്പോൾ 3. ഓക്കെ, അപ്പോൾ 3 നമ്പേഴ്സ് പ്രിൻ്റ് ചെയ്യിക്കാം. ഓക്കെ, അങ്ങനെ ഇത് ലൂപ്പ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പ്രിൻ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, ഇനി ഇവിടെ നമുക്ക് ഓക്കെ കെൻ്റെ വാല്യൂ എന്ത് ചെയ്യാണ്, ജസ്റ്റ് ഇൻക്രിമെൻ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ അതത്രേ ഉള്ളൂ. ഇനി ഇവിടെ എന്ത് ചെയ്ത് കൊടുത്താൽ മതി, പ്രിൻ്റ് എഫിൽ ഓക്കെ
ഇവിടെ എന്താ നമുക്ക് സ്റ്റാർ പ്രിൻ്റ് ചെയ്യാൻ വേണമെങ്കിൽ അല്ലെങ്കിൽ നമ്പർ പ്രിൻ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ നമ്മൾ നമ്പർ പ്രിൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് കൊടുക്കുകയാണ്, %d എന്ന് പറഞ്ഞ് കൊടുക്കുകയാണ്. ജസ്റ്റ് ഒരു സ്പേസ് കൊടുക്കുന്നു, കോമ ഇട്ടിട്ട് എന്താണ് നമുക്ക് ഐൻ്റെ വാല്യൂ 0 ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഐൻ്റെ വാല്യൂ കൂടി ഒന്നുകൂടി ആഡ് ചെയ്തിട്ടാണ് പ്രിൻ്റ് ചെയ്യുന്നത്, ഇല്ലെങ്കിൽ 0 ആയിരിക്കും പ്രിൻ്റ് ആവുന്നത് ഫസ്റ്റ്. ഓക്കെ, i+1 എന്ന് കൊടുത്തിട്ട് റൺ ചെയ്ത് നോക്കാം. ഓക്കെ, അതിന് തൊട്ട് മുമ്പായിട്ട് എന്ത് ചെയ്യണം, ഓക്കെ ഞാനൊരു കാര്യം കൂടി കൊടുക്കാനുണ്ട്. പ്രിൻ്റ് എന്ത് കൊടുക്കണം, പ്രിൻ്റ് /n എന്ന് കൂടി കൊടുക്കണം, ഇല്ലെങ്കിൽ നെക്സ്റ്റ് ലൈനിലോട്ട് അത് മൂവ് ആവില്ല. ഓക്കെ, അപ്പോൾ ഇവിടെ റൺ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരുന്നത്, ഓക്കെ ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു സെമിക്കോളം മിസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി ഒന്നുകൂടി റൺ ചെയ്ത് നോക്കാം. ഓക്കെ, ഇപ്പോൾ കണ്ടോ ഐൻ്റെ വാല്യൂ അനുസരിച്ച് ഇപ്പോൾ അതിനോടുകൂടി ഒന്നുകൂടി കൂട്ടി. ഓക്കെ, 0യിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് കാരണം. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഫസ്റ്റത്തെ കണ്ടോ, ഇതിൽ നമ്മൾ ഫസ്റ്റ് കൊടുത്തിട്ടുള്ളതായി. ഓക്കെ, ഇത് ഞാൻ ആദ്യം തന്നെ പറഞ്ഞതായിരുന്നു. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് നമുക്ക് എന്ത് ചെയ്യുക, ഇന്നർ ഫോർ ലൂപ്പിൻ്റെ ആ വേരിയബിൾ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ നെക്സ്റ്റ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിന് ചെറിയൊരു ചേഞ്ച് വരുത്താൻ ഐ എന്നുള്ളത് മാറ്റിയിട്ട് എന്ത് ചെയ്യുക, k എന്ന് പറയുന്ന വേരിയബിൾ കൊടുക്കുക, എന്നിട്ട് ഒന്ന് റൺ ചെയ്ത് നോക്കാം. ഓക്കെ, k+1 കൊടുക്കുമ്പോൾ കണ്ടോ 1 1 2 3 1 2 3 4 5 അങ്ങനെ ഇൻക്രിമെൻ്റ് ആയി പോകുന്നു. ഇതാണ് നമ്മുടെ നെക്സ്റ്റ് 1 എന്ന് പറയുന്നത്. കണ്ടോ ഈ ഒരു പാറ്റേൺ. അപ്പോൾ അതും ഇത്രയും സിമ്പിളാണ്. ഇനി തേർഡ് 1. ഓക്കെ, ഇതാണ് നമ്മുടെ മെയിൻ എന്ന് പറയുന്നത്. ഇത് ക്രിയേറ്റ് ചെയ്യാൻ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുക, ഓക്കെ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ കുറച്ച് ചേഞ്ചസ് വരുത്താനുണ്ട്. ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്, ഈ ഒരു ഫസ്റ്റത്തെ ഇന്നർ ഫോർ ലൂപ്പ് എന്തിനാണെന്ന് മനസ്സിലായി, സ്പേസ് പ്രിൻ്റ് ചെയ്യാനാണ്. ഇവിടെ ഞാൻ പുതിയൊരു വേരിയബിൾ കൂടി ഡിക്ലെയർ ചെയ്യാണ്. എൽ എന്ന് പറയുന്ന ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യുക. കെ വരെ ഓൾറെഡി ഉണ്ട്, അപ്പോൾ എൽ എന്ന് പറയുന്ന ഒരു വേരിയബിൾ ജസ്റ്റ് കൊടുക്കുകയാണ്. ഇവിടെ ഞാൻ i+1 എന്ന് കൊടുക്കുന്നു. ഫസ്റ്റത്തെ വാല്യൂ 1 ആയിട്ട് വരാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ഒക്കെ ചെയ്തില്ലേ. ഓക്കെ, അപ്പോൾ ഐ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് 0യിൽ നിന്നായിരിക്കും സ്റ്റാർട്ട് ചെയ്ത് തരിക. i+1 എന്ന് കൊടുത്ത് എല്ലിൻ്റെ വാല്യൂ. ഓക്കെ, അപ്പോൾ ഇവിടെ 1 എന്ന് തുടങ്ങാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, നെക്സ്റ്റ് ഇവിടെ നമുക്ക് എന്ത് ചെയ്യാനുണ്ട്, കണ്ടീഷൻസ് കൊടുക്കാനുണ്ട്. എന്താ കണ്ടീഷൻ കൊടുക്കേണ്ടത്, ഇവിടെ ഇഫ് കണ്ടീഷനിൽ കൊടുക്കുകയാണ് k എന്ന് പറയുന്നതിൻ്റെ വാല്യൂ <i ആവുമ്പോൾ, അതായത് ഞാൻ പറഞ്ഞുതരാം, k എന്ന് പറയുന്നതിൻ്റെ വാല്യൂ ഇപ്പോൾ k 0യിൽ നിന്ന് ഏത് വരെ പോകും, 2 × i+1, അതായത് 3 ഇവിടെ 1 വരെ, അതുപോലെ ഇവിടെ 3 വരെ, ഇവിടെ 5 7 ഒക്കെ വരെ പോകും. അപ്പോൾ ഐൻ്റെ വാല്യൂ ഇവിടെ എത്രയാണ്, ഫസ്റ്റത്തെ കേസിൽ വരുമ്പോൾ 1 ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടുന്ന് തിരിച്ച് പിന്നെ ഒന്നും പോകാനില്ല, അപ്പോൾ അതുവരെ പ്ലസ് ചെയ്തിട്ട് പോവാം. ഓക്കെ, ഇപ്പോൾ ഇവിടെ ഞാൻ എന്ത് കൊടുക്കുന്നു, പ്രിൻ്റ് ഓക്കെ %d എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നു. ഓക്കെ, ഒരു സ്പേസും കൂടി കൊടുക്കുക, എന്നിട്ട് കോമ ഇട്ടിട്ട് എല്ലിൻ്റെ വാല്യൂ അതുവരെ എന്ത് ചെയ്യുക, പ്ലസ് ചെയ്ത് പോവുക. അതായത് ഐൻ്റെ വാല്യൂ ഏതാണ്, ഇവിടെ സെക്കൻഡ് കേസിൽ വരുമ്പോൾ നോക്കൂ 1 2 കണ്ടോ, ഇവിടെ വരുമ്പോൾ ഇത് ഐൻ്റെ വാല്യൂ 2 ആണ്, ഇവിടെ ഐൻ്റെ വാല്യൂ 3 ആണ്. അപ്പോൾ 3 വരെ എന്ത് ചെയ്യുക, പ്ലസ് ചെയ്ത് പോവുക. 3 എത്തിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, അവിടുന്ന് ഇങ്ങോട്ട് മൈനസ് ചെയ്ത് വരണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതല്ല കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാൻ ഈ ഒരു പിക്ചറിൽ കാണിച്ചു തരാം. കണ്ടോ ഇവിടെ ഐൻ്റെ വാല്യൂ 2 എത്തുമ്പോഴാണ് ഇവിടുന്ന് ഇങ്ങോട്ട് മൈനസ് ചെയ്ത് വരുന്നത്. ഇവിടെ കണ്ടോ ഐൻ്റെ വാല്യൂ 3 എത്തിക്കഴിഞ്ഞാൽ, അതായത് 3 എന്ന് പറയുന്നതിൽ വാല്യൂ 5 ആണ്, പക്ഷെ അവിടുന്ന് അങ്ങോട്ടാണ് എന്ത് ചെയ്യുന്നത്, കുറഞ്ഞ് വരുന്നത്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആ കണ്ടീഷൻ കൊടുക്കാം. k <i വരെ എന്ത് ചെയ്യും, പ്രിൻ്റ് ഇങ്ങനെ കൊടുക്കും, പ്ലസ് ചെയ്ത് പോകും. അപ്പോൾ അതല്ലെങ്കിലോ എൽസ് കണ്ടീഷൻ എത്തുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, തിരിച്ച് മൈനസ് ചെയ്തിട്ട് വരണം. ഓക്കെ, അപ്പോൾ നമുക്ക് സെയിം പ്രിൻ്റ് തന്നെ കൊടുത്തിട്ട് എല്ലിൻ്റെ വാല്യൂ മൈനസ് ചെയ്തിട്ട് വരാം. ഓക്കെ, പ്രിൻ്റ് %d എന്ന് പറഞ്ഞ് കൊടുക്കുന്നു, ജസ്റ്റ് ഒരു സ്പേസ്, അതുപോലെ കോമ ഇട്ടിട്ട് എല്ലിൻ്റെ വാല്യൂ മൈനസ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇനി ഒന്ന് റൺ ചെയ്ത് നോക്കാം. ഓക്കെ, ഇപ്പോൾ കണ്ടോ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്ത രീതിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. അതായത് ഐൻ്റെ വാല്യൂ k <i ആകുമ്പോൾ എന്ത് ചെയ്യുന്നു, എല്ലിൻ്റെ വാല്യൂ ഇൻക്രിമെൻ്റ് ആയി പോകുന്നു. അതുപോലെ അതല്ലാത്ത ടൈമിൽ എൽസ് കേസിലൊക്കെ അവിടെ നിന്ന് ഇങ്ങോട്ട് തിരിച്ച് ഡിക്രിമെൻ്റ് ആയിട്ട് വരുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു പാറ്റേൺ പ്രിൻ്റ് ചെയ്യാനുള്ളത്. നിങ്ങൾക്ക് എന്ത് ചെയ്യുക, റോസിൻ്റെ എണ്ണം ഇതുപോലെ ഈ ഒരു കേസിൽ നിങ്ങൾക്ക് എന്ത് വെക്കാം, ആൽഫബറ്റൊക്കെ നമ്മൾ ഓൾറെഡി കഴിഞ്ഞ വീഡിയോസിലൊക്കെ ആസ്കി വാല്യൂ ഒക്കെ പഠിച്ചിട്ടുള്ളതാണ്. അതായത് എങ്ങനെയാണ് അതിൻ്റെ ക്യാപിറ്റൽ ലെറ്ററും അതുപോലെ തന്നെ സ്മോൾ ലെറ്ററൊക്കെ എങ്ങനെ വരുന്നത് എന്നുള്ള അതിൻ്റെ ആസ്കി വാല്യൂ ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് എന്ത് ചെയ്യുക, ഇത് ജസ്റ്റ് ഒന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോയിൽ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻ്റായിട്ട് ചെയ്യുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാലും അതൊക്കെ കമൻറ്റിൽ ചെയ്യുക. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. സീ യു.